സല്യൂട്ട് ഭാരത്. നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഹരികുമാറാണ്. സാർ സ്വാഗതം. നമസ്തേ പ്രേംലാൽ. സാർ, തമിഴ്നാട്ടിൽ രാഷ്ട്രീയ മാറ്റമുണ്ടായി. വിജയ് അധികാരത്തിലെത്തിയ സമയം മുതൽ വളരെ കൗതുകകരമായ വാർത്തകൾ അവിടെ നിന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന സംഗതി അവിടെ ഗോവധം നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ഇത്തരം സംഗതികൾ ധാരാളമായി കേട്ടിട്ടുള്ളത്. തമിഴ്നാട്ടിൽ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു വിധി നടപ്പിലാക്കാൻ, നിയമം നടപ്പിലാക്കാനുള്ള സാഹചര്യം ഉണ്ടായത്? ഏതാണ്ട് 3 ദിവസത്തിന് മുൻപാണ് മദ്രാസ് ഹൈക്കോടതി ഒരു പൊതുതാൽപര്യ ഹർജിയിന്മേൽ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ഈ വിധിയെ സംബന്ധിച്ച് ചില അവ്യക്തതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. തമിഴ്നാട് സർക്കാർ ഇതിൽ വ്യക്തത വരുത്താനായിട്ട് തമിഴ്നാട് ഹൈക്കോടതിയെ തന്നെ സമീപിച്ചിരിക്കുകയാണ്. ഹൈക്കോടതിയുടെ ഒരു ഡിവിഷൻ ബെഞ്ചാണ് ഗോവധം നിരോധന ഉത്തരവ് പുറത്തിറക്കിയത്. ഈ ഉത്തരവിൽ ചില മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ പ്രകാരം ഗോവധം പൂർണ്ണമായിട്ട് നിരോധിച്ചിരിക്കുന്നു. മറ്റു ചില വാർത്തകൾ പ്രകാരം ഗോവധത്തിൽ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലല്ല. തമിഴ്നാട്ടിൽ നിലനിന്നിരുന്ന പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റീസ് ടു ആനിമൽസ് 1957 മറ്റോ ആണ് ആ നിയമം അവിടെ പ്രാബല്യത്തിൽ വരുന്നത്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഇങ്ങനെ ഒരു ഉത്തരവിറക്കിയിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. ഇതിൽ ഒരു പെട്ടെന്ന് നമ്മളെ ഒരു ഞെട്ടിച്ച ഒരു കാര്യം, അവിടെ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ഇത് വലിയൊരു പ്രതിഷേധം ഉണ്ടാക്കുമെന്നൊക്കെയാണ് സാധാരണഗതിയിൽ തമിഴ്നാടിനെ പറ്റിയുള്ള കേരളത്തിലെ ആൾക്കാരുടെ ഒരു സങ്കല്പം വെച്ച് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ DMKയോ അതല്ലെങ്കിൽ സനാതനധർമ്മത്തെ തുടച്ചു നീക്കുമെന്ന് പറയുന്ന ഉദയനിധി മാറനോ AIDMK പിന്നെ സാധാരണഗതിയിൽ അധികം ഈ വിഷയത്തിൽ ഇടപെടാൻ സാധ്യതയില്ല. BJPയുടെ സഖ്യകക്ഷിയാണ്, അവർ രണ്ടും വേണ്ടിയിട്ടില്ല. പക്ഷെ ഭരണകക്ഷിയായ TVKയും ഈ വിഷയത്തിൽ കാര്യമായിട്ട് ഒന്നും പ്രതികരിച്ചിട്ടില്ല. ഇതിൽ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് മുസ്ലിം മുന്നേറ്റ കഴകം എന്ന സംഘടനയാണ്. അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ജവഹറുള്ള അദ്ദേഹം ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. തമിഴ്നാട് CPM തമിഴ്നാട് ഘടകം ചില വിഷയങ്ങളിൽ വിധിയോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. പൂർണ്ണമായിട്ട് മുസ്ലിം മുന്നേറ്റ കഴകത്തെ പോലെ ഒന്നും വിധി എതിർത്തിട്ടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ കോൺഗ്രസും ഇക്കാര്യത്തിലൊന്നും മിണ്ടിട്ടില്ല. പണ്ട് കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു യുവ നേതാവ്, അയാളുടെ പേര് ഞാൻ റിജിൽ മാക്കുറ്റി, ഒരു കാളക്കുട്ടിയെ റോഡിൽ വെച്ച് കൊന്ന് അതിന്റെ മാംസം പാചകം ചെയ്ത് മോദിക്കെതിരായ പ്രതിഷേധമായിട്ട് വിതരണം ചെയ്ത സംസ്ഥാന പാർട്ടിയാണ്. പക്ഷേ തമിഴ്നാട് കോൺഗ്രസ് ഘടകം ഇക്കാര്യത്തിൽ ഒന്നും മിണ്ടിയിട്ടില്ല. അങ്ങനത്തെ ഒരു സ്ഥിതിയാണ്. അപ്പോൾ CPMന്റെ ഒരേ ഒരു അഭിപ്രായം, ഈ കോടതി വിധിയിൽ ഒരു ചെറിയ വിയോജിപ്പ് വിധിയോട് പ്രകടിപ്പിച്ചത്, കോടതി വിധിയിൽ ഒരു ബക്രീദിനെ കുറിച്ചുള്ള പരാമർശമുണ്ട്. അതായത് മൃഗബലി ഇസ്ലാം മതത്തിന്റെ ആചാരങ്ങളുടെ ഭാഗമല്ല. അത് മൃഗബലി എന്നല്ല, പശുവിനെ കൊല്ലുന്നത് അങ്ങനെ നിർബന്ധമൊന്നുമില്ല, അങ്ങനെ ഒരു ആചാരമില്ല. മറ്റ് രീതിയിൽ മൃഗബലി നടത്തിയാൽ മതി, മറ്റു മൃഗങ്ങളുണ്ടല്ലോ എന്നുള്ള അർത്ഥത്തിലായിരിക്കണം കോടതി അങ്ങനെ പറഞ്ഞത്. അതായത് കന്നുകുട്ടികളെ, പശുവിനെ കൊല്ലുക എന്നുള്ളത് ഒരു നിർബന്ധം ഒന്നുമില്ല ഇസ്ലാമിൽ എന്ന് വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്തിനോട് മാത്രമാണ് CPM വിയോജിപ്പ് പ്രകടിപ്പിച്ചത്. അപ്പോൾ CPMന്റെ അഭിപ്രായത്തിൽ പൊതുവെ മൃഗബലികളെ ഒരു വിശ്വാസത്തിലും നിർബന്ധമല്ല എന്ന് വേണമായിരുന്നു കോടതി പറയേണ്ടത് എന്നാണ് CPM അഭിപ്രായപ്പെട്ടത്. പക്ഷേ ഈ നിരോധിച്ചതിനെ CPMഉം എതിരൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായ പ്രതികരണമാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉണ്ടായത് എന്നുള്ളത്. അത് മലയാളികൾ ഈ വിഷയം ഇത് ചിന്തിക്കേണ്ടതാണ്. കേരളത്തിലെ മാധ്യമങ്ങളും ഒന്നും ഈ വിഷയത്തിൽ വലിയൊരു ചർച്ച നടത്തിയതായിട്ട് ഞാൻ കാണുന്നില്ല. ഒരുപക്ഷെ നിലവിലുള്ള നമ്മുടെ ചിന്താഗതികളും, ഇപ്പൊ മലയാളിക്ക് എല്ലാത്തിനെ കുറിച്ചും ഒരു അഭിപ്രായമുണ്ട്. തമിഴ്നാടിനെ കുറിച്ചുള്ള അഭിപ്രായം പോരാ മലയാളിക്ക്. പല മലയാളികളും ഗൾഫിൽ ചെന്നാലേ അറബികളെ ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തമിഴ്നാട്ടിൽ ചെന്നാൽ ദ്രാവിഡ രീതികളെ കുറിച്ച് തമിഴിനെ പഠിപ്പിക്കാൻ ശ്രമിക്കും. എല്ലായിടത്തും ചെന്ന ആൾക്കാരെ പഠിപ്പിക്കാൻ ശ്രമിക്കും. പക്ഷെ അങ്ങനെ ശ്രമിക്കുന്ന നമ്മുടെ ദൗർഭാഗ്യവശാൽ നമുക്ക് ഓരോ ജനതയെക്കുറിച്ച് നമ്മൾ ചില സങ്കല്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ആ ജനതയ്ക്കില്ല എന്നതാണ് അതിനകത്തിൽ ഒരു പ്രത്യേകത. തമിഴ്നാട്ടിലും ഏതാണ്ട് ഇപ്പൊ ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെ മറുവശം, അതായത് ഇത് എങ്ങനെയാണ് ഈ തമിഴ്നാട്ടിലെ സമ്പദ്ഘടനയിലും സാമൂഹ്യ ഘടനയിലും അതും അല്ലെങ്കിൽ അവിടെ
ഒരുപക്ഷെ അവിടുത്തെ കുറ്റകൃത്യങ്ങളിലും ഇതൊരു ഘടകമാവാൻ സാധ്യതയുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം എന്തെന്നാൽ ഇനിയിപ്പോ പിന്നെ ചിലര് ഇനി ആ വിധിയുടെ കുറച്ച് മറ്റൊരു ഭാഗം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് കിടക്കാം, എങ്കിലേ അത് പൂർണ്ണമാവുള്ളൂ. ചിലർ പറയുന്നത് പൂർണ്ണമായിട്ടും പിന്നെ പശുവിനെ കൊല്ലുന്നത് ഗോവധം നിരോധിച്ചുകൊണ്ടല്ല വിധി വന്നിരിക്കുന്നത്, നിയന്ത്രിച്ചു കൊണ്ടാണ്. അതായത് പൊതുസ്ഥലങ്ങളിലും അതുപോലെ മതചടങ്ങുകളുടെ ഭാഗമായിട്ടും ഒക്കെ പൊതുവേദിയിലോ ഒക്കെ വെച്ച് കൊല്ലുന്നതിന് മാത്രമാണ് നിയന്ത്രണം. അതുപോലെ തന്നെ നിയമം അനുസരിച്ച്, നമ്മുടെ തമിഴ്നാട്ടിൽ നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് 10 വയസ്സിൽ കുറയാത്ത, പ്രത്യേകിച്ച് അതിനെ കൊണ്ട് പാലോ അല്ലെങ്കിൽ മറ്റ് കാർഷിക ജോലികൾക്കോ ഉപയോഗപ്പെടാത്ത അത്തരം കന്നുകാലികളെ മാത്രമാണ് കൊല്ലാൻ അനുവാദം, ഇറച്ചിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് കൊല്ലുകയാണെങ്കിൽ അത് സർക്കാരിന്റെ അറവുശാലകളിൽ വെച്ച് ആരും കാണാതെ, അതായത് പിന്നെ ക്ലോസ്ഡ് ആയിട്ടുള്ള എൻക്ലോഷറിൽ വെച്ച് വേണം അത് ചെയ്യേണ്ടത് എന്നാണ് നിലവിലുള്ള നിയമം. അപ്പോൾ ആ നിയമം അനുസരിച്ചിട്ട് കൊല്ലാൻ സാധിക്കും എന്നാണ് മറ്റു ചിലർ പറയുന്നത്. ശരി, അപ്പോൾ ആ വിധിയുടെ ഒരു ഭാഗം കൂടെ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇനി നമുക്ക് ആ പ്രത്യാഘാത ഭാഗത്തിലേക്ക് പോകാം. ഇപ്പൊ സ്വാഭാവികമായിട്ടും തമിഴ്നാട്ടിൽ നിന്ന് വൻതോതിൽ കാലികൾ കേരളത്തിലേക്ക് വരും. ഈ തമിഴ്നാട്ടിൽ കൊല്ലാൻ പാടില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ആയിരിക്കുമല്ലോ സംഭവിക്കുന്നത്. അത് അവിടുന്ന് അവർ വിൽക്കാൻ ശ്രമിക്കും. അപ്പൊ അത് കേരളത്തിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ അത് എന്തൊക്കെ പ്രശ്നം ഉണ്ടാകും? കർണാടകത്തിലാണെങ്കിലും ഗോവധം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, പശുക്കളെ. ഞാൻ അതിനെക്കുറിച്ച് അത്ര കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം കന്നഡിക ഹിന്ദുക്കൾ ഗോമാംസം കഴിക്കാറില്ല. കാസർഗോഡ് പോലും ഇത് വളരെ അപൂർവമായിട്ട് കഴിക്കാറുള്ളൂ എന്നാണ് ഞാൻ, കാസർഗോഡ് ഹിന്ദുവിൻ്റെ ജില്ലാലേഖനായിട്ട് കുറച്ച് നാൾ ഞാൻ ജോലി ചെയ്തതാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവമാണത്. ഈ വടക്കൻ കേരളത്തിന് അത്യുത്തര കേരളത്തിൽ വന്നാൽ പയ്യന്നൂരിന് ശേഷം ഇത് വളരെ കുറച്ച് ഹിന്ദുക്കളെ കഴിക്കാറുള്ളൂ. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഹിന്ദു കടകളിലൊന്നും സാധാരണ അത്ര സാധാരണമല്ല. തെക്കൻ കേരളത്തിലുള്ളതുപോലെ ഈ ഒരു ബീഫിന്റെ ഉപയോഗം മറ്റ് കർണാടകത്തോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളിൽ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ അവിടെ താമസിക്കുന്ന ഹിന്ദുക്കള് കൂടുതലും കന്നഡിഗരാണ്. കന്നഡ സംസാരിക്കുന്ന മാതൃഭാഷയായിട്ടുള്ള ആൾക്കാരാണ് ഈ പിന്നെ കാസർഗോഡും മഞ്ചേശ്വരം അസംബ്ലി മണ്ഡലങ്ങളിലുള്ള ഹിന്ദുക്കൾ. അപ്പൊ അതും ഒരു ഘടകമായിരിക്കാം അങ്ങനെയുള്ളൊരു പിന്നെ ശീലങ്ങൾ അവിടെ ഉള്ളത്. പക്ഷേ ഇതിപ്പോ കേരളത്തിലേക്ക് കന്നുകാലി കടത്ത് എല്ലായിടത്തുനിന്നും കേരളത്തിലേക്ക് കന്നുകാലികൾ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതിർത്തിയിൽ ഈ തമിഴ്നാട്ടിലെ ഏതെങ്കിലും സംഘടനകൾ ഇത് തടയുമോ? തമിഴ്നാട്ടിലെ പോലീസ് ഇതിനെ തടയുമോ? ആരെങ്കിലും കോടതിയിൽ ഇങ്ങനെയുള്ള ഇതിനെതിരെ പോകുമോ? അങ്ങനെ വരുമ്പോൾ അത് കള്ളക്കടത്തായിട്ട് വരും. മനസ്സിലായില്ലേ? കാരണം വിധേയമായിട്ട് ഇത് വരാൻ പറ്റാത്തപ്പം ഇതിന്റെ കള്ളക്കടത്ത് വരും. അപ്പം അധോലോക, അതായത് കൊട്ടേഷൻ സംഘങ്ങൾ ഇതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കും. ഇതൊരു വല്ലാത്ത രാഷ്ട്രീയ സാമൂഹിക വിഷയമായിട്ടും വരാം. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിനെ തുടർന്നുണ്ടാകാനുള്ള സാധ്യതയും ഇത് കേരള സർക്കാരിന് ഒരു തലവേദനയാകാനും സാധ്യതയുണ്ട്. ഇനി അടുത്ത വശത്തിലേക്ക് നമുക്ക് എത്താം. പ്രേം പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഗോവധം അതിന്റെ ആ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് നടപ്പാക്കുന്നത് വടക്കേ ഇന്ത്യയിൽ മാത്രമായിരുന്നു ആദ്യം. ഡൽഹി അല്ലെ പഞ്ചാബ്, ഉത്തർപ്രദേശ് തുടങ്ങി ഇപ്പൊ സിഖുകാരും ഹിന്ദുക്കളും ഒരു കാരണവശാലും പശുമാംസം കഴിക്കില്ല. അത് വലിയ കുറ്റമാണ് അവിടെ. ഈ നോർത്ത് ഇന്ത്യയിൽ ചെന്നാൽ ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളുടെ ഇറച്ചിക്കടയുണ്ട്, മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളുടെ ഇറച്ചിക്കടയുണ്ട്. മുസ്ലിങ്ങളുടെ കടകൾ ഹലാൽ കടകൾ. ഹിന്ദുക്കളുടെയും സിഖുകാരും നടത്തുന്നത് ജഡ്ക എന്ന് പറയും, ജഡ്ക എന്നാണ് അവിടെ പറയുന്നത്. പക്ഷേ കേരളത്തില് ഈ ഇറച്ചി കട്ട് ചെയ്യുന്ന വിഭാഗം ഹിന്ദുക്കളില്ല. അപ്പം ഇതും ഒരു പ്രത്യേകതയാണ്. വടക്കേ ഇന്ത്യയിലുണ്ട്. വടക്കേ ഇന്ത്യയിൽ മൃഗങ്ങളെയൊക്കെ കട്ട് ചെയ്യുന്ന തൊഴിൽ പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന ഹിന്ദുക്കളുണ്ട്. സിഖുകാരുടെ ഇടയിലും അത്തരം ആൾക്കാരുണ്ട്. അപ്പം പുരാണങ്ങളിൽ പോലും അത്തരം ആൾക്കാരെ കുറിച്ചുള്ള കഥകളൊക്കെ ഉണ്ട്. മഹാഭാരതത്തിൽ തന്നെ ഉണ്ട്. വ്യാഘ്രഗീത എന്നൊരു ഭാഗമുണ്ട് മഹാഭാരതത്തിൽ. അപ്പോ വ്യാഘ്രൻ ഒരു വലിയ ഉപനിഷത്ത് പണ്ഡിതനാണ്, ഉപനിഷത്തുകളിലൊക്കെ മഹാപണ്ഡിതനാണ്. അപ്പം അദ്ദേഹം ഒരു കഥയാണ്, ഞാനത് വളരെ ചുരുക്കി ഒരു 3 ലൈനിൽ പറഞ്ഞു തീർക്കാം. ഒരിക്കലൊരു സന്യാസി ഹിമാലയത്തിൽ തപസ് ചെയ്യുകയാണ്. അദ്ദേഹം 10 കൊല്ലം തപസ് ചെയ്ത് അദ്ദേഹത്തിന് ജ്ഞാനദർശനമൊക്കെ കിട്ടി. അവിടുന്ന് അദ്ദേഹം ഒരു വീട്ടിൽ വന്നു ഭിക്ഷ ചോദിച്ചു. അപ്പൊ വീട്ടമ്മ പറഞ്ഞു, അവിടെ കാത്തു നിൽക്കാൻ, ഞാൻ ഭർത്താവിന് ഭക്ഷണം കൊടുക്കുകയാണ്, അത് കഴിഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞു. അപ്പോ അവർ വരാൻ താമസിച്ചപ്പോൾ ഈ സന്യാസിക്ക് ഇത്തിരി ക്രോധം ഉണ്ടായി. അങ്ങനെ ക്രോധിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് വീട്ടമ്മ ഭക്ഷണമായിട്ട് വന്ന് കൊടുത്തു. എന്നിട്ട് വീട്ടമ്മ ഒരു കാര്യം കൂടെ പറഞ്ഞു,
അങ്ങ് കാട്ടിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ കോപിച്ച് മേളോട്ട് നോക്കിയിട്ട് ഒരു കിളിയെ ഭസ്മമാക്കി. അതുപോലെ ക്രോധിച്ച് എൻ്റെ നേരെ നോക്കി എന്നെ ഭസ്മമാക്കാം എന്നൊന്നും കരുതണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് സന്യാസി ആകെ ഞെട്ടിപ്പോയി. കാര്യം ഈ വീട്ടമ്മയ്ക്ക് എങ്ങനെ ആ സംഭവം മനസ്സിലായി? അപ്പൊ അദ്ദേഹം വീട്ടമ്മയുടെ കാലിൽ വീണ് നമസ്കരിച്ചു. അപ്പൊ വീട്ടമ്മ പറഞ്ഞു, അങ്ങയുടെ പഠനം പൂർത്തിയാവാനുണ്ട്, പോയിട്ട് വ്യാധ്രൻ എന്നൊരാളുണ്ട്, അദ്ദേഹത്തെ കാണാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വിദ്യാഭ്യാസം സ്വീകരിക്കാൻ പറഞ്ഞു. അങ്ങനെ വ്യാധ്രൻ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഒരു മാർക്കറ്റിലാണ് വ്യാധ്രൻ. വ്യാധ്രന്റെ കട അന്വേഷിച്ച് ചെന്ന് ഇദ്ദേഹത്തിന് ആകെ അമ്പരപ്പായി. കാരണം അവിടെ ഇങ്ങനെ പല മൃഗങ്ങളെ കൊന്ന് ഇറച്ചിയൊക്കെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന ഒരു കടയാണ്. ഇയാൾ തന്നെ ആണോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് കടയുടമസ്ഥൻ ഒരു ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ അവിടെ നിൽക്കേ, ഞാൻ ഇത് എൻ്റെ തൊഴിൽ ചെയ്തു കഴിയട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ ശിക്ഷപ്പെട്ടു എന്നാണ് കഥ. അപ്പം സ്വന്തം തൊഴിൽ ചെയ്യുന്നതിലൂടെ, കർമ്മയോഗത്തിലൂടെ മുക്തിയിലേക്കും ജ്ഞാനത്തിലേക്കും എത്താമെന്നുള്ള കഥ മഹാഭാരതത്തിൽ തന്നെയുണ്ട്. അപ്പോ ഇത്തരം ആൾക്കാർ വടക്കേ ഇന്ത്യയിലുണ്ട്. വടക്കേ ഇന്ത്യയിൽ അവർ ഗോമാംസം ഭക്ഷിക്കില്ല, മാംസം ഭക്ഷിക്കും. ഇതാണ് അതിന്റെ വ്യത്യാസം. അപ്പൊ പശുവിനെ അവർ മാതാവായിട്ട് കരുതുന്നു, പക്ഷെ എന്ന് വെച്ചിട്ട് അവർ മാംസം ഭക്ഷിക്കില്ല എന്നല്ല അതിന്റെ അർത്ഥം. അതിൽ പല കാരണങ്ങളുണ്ടാവും, ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. അപ്പം വടക്കേ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കർശനമായ ഈ നിരോധനമുണ്ട്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങളിൽ ഒന്നായിരുന്നു. ഗാന്ധിയുടെ ഏറ്റവും വലിയ ശിഷ്യനായിരുന്ന വിനോബ ഭാവെ ഗോവധ നിരോധനത്തിന് വേണ്ടി 1970-കളിൽ വലിയൊരു സമരം നടത്തി. അത് ഇന്ദിരാഗാന്ധിക്ക് വലിയ പ്രശ്നമായി. വിനോബാജി എന്ന് ഇന്ദിരാഗാന്ധി പോലും വിളിക്കുന്ന ഗാന്ധിയുടെ ഏറ്റവും അക്കാലത്ത് ജീവിച്ചിരുന്ന ഏറ്റവും വലിയ അടുത്ത ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു. പിന്നെ അതേ തുടർന്ന് പല വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളും നടപ്പാക്കി. പക്ഷേ ഭരണഘടനയിൽ ഇത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലുണ്ട്. അതല്ലാതെ ഫണ്ടമെന്റൽ റൈറ്റ്, അങ്ങനെ പശുവിനെ കൊല്ലാതിരിക്കണം എന്നുള്ളത് ഒരു ആദർശമാണ് ഭരണഘടനയിൽ. പ്രിയാമ്പിളിലും ഒക്കെയുള്ള ഒരു സങ്കല്പം, ഒരു ആദർശം. അപ്പോ അത് അവിടെ നിലനിൽക്കുന്നുണ്ട്. കോടതി ഇതെല്ലാം പരിഗണിച്ചു. തമിഴ്നാട് ഹൈക്കോടതിയുടെ വിധിയിൽ ഇത്തരം പരാമർശങ്ങളെല്ലാം ഉണ്ട്. മാത്രവുമല്ല, സുപ്രീം കോടതി ഈ വിഷയത്തിൽ നടത്തിയ പരാമർശങ്ങൾ തമിഴ്നാട് ഹൈക്കോടതി ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ബക്രീദ് സമയത്ത് ബംഗാളിലും ഈ നിയന്ത്രണങ്ങളൊക്കെ നടപ്പാക്കി. നിരോധനമല്ല, ബംഗാളിലും ഇതേ രീതിയിലാണ്. അതായത് നിശ്ചിത പ്രായപൂർത്തിയായെന്നുള്ള മൃഗഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വേണം. അത് പിന്നെ പൊതുസ്ഥലങ്ങളിൽ മൃഗബലി പാടില്ല. ഇത്തരം ഒക്കെയുള്ള നിയമങ്ങൾ, നിലനിന്നിരുന്ന നിയമങ്ങൾ ശുഭേന്ദു അധികാരി സർക്കാർ അവിടെ നടപ്പാക്കി. അപ്പോൾ പുതിയ നിയമങ്ങൾ പല സംസ്ഥാനങ്ങളിലും നിലവിൽ വരികയാണ്. BJP-യുടെ അധികാരത്തിൽ വന്നതിന് ശേഷം വടക്കേ ഇന്ത്യയിൽ നടന്ന മാറ്റങ്ങൾ തമിഴ്നാട്ടിലും നടപ്പായത് അതീവ കൗതുകകരമായ ഒരു വസ്തുതയാണ്. എന്തായാലും ശരി, വിജയ് ഇക്കാര്യത്തിൽ എതിർപ്പോ ഒന്നും അഭിപ്രായങ്ങളോ അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം കോടതി വിധിയെ ക്ലാരിഫിക്കേഷൻ വേണം എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം മലയാളികൾക്ക് പൊതുവെ ഒരു അതിശയമുണ്ടാക്കുന്ന ഒരു കോടതി വിധിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. എന്തായാലും ശരി, കാലിക്കള്ളക്കടത്തും അതുപോലുള്ള ഒരു ക്രമസമാധാന പ്രശ്നങ്ങളുമായിട്ട് ഈ വിധി വഴിവെക്കാതിരിക്കട്ടെ. ഇത് തമിഴ്നാട് സർക്കാർ നടപ്പാക്കുമ്പോൾ അവരുമായിട്ട് ആലോചിച്ച് കേരള സർക്കാരും ഇത്തരം കാര്യങ്ങളൊക്കെ വേണ്ട നടപടി സ്വീകരിക്കട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അതല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു വിധിയുടെ പുതിയ ഡെവലപ്മെന്റ്സ് ഒക്കെ വരുന്ന അനുസരിച്ച് നമുക്ക് വിശദാംശങ്ങളുമായിട്ട് വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം. ശരി സാർ, നന്ദി.